കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി. ചലച്ചിത്ര താരം ഉൾപ്പെടെ 3 പേരെ പരിഗണിക്കാൻ കോൺഗ്രസ്. നടനും സംവിധായകനും ബിഗ് ബോസ് വിജയുമായ അഖിൽ മാരാരുടെ പേര് പരിഗണനയിൽ. കൊട്ടാരക്കരയിൽ മാരാർ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്നാണ് DCC വിലയിരുത്തൽ. ഷമീർ വിവരങ്ങളുമായി കൊല്ലത്തും ചേർന്നു. ഷമീർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ആരൊക്കെയാണ് സാധ്യതാ ലിസ്റ്റിൽ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടാരക്കര സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും കൊട്ടാരക്കര നഗരസഭ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ജയിച്ചു കയറാൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിജയം സാധ്യമായിരുന്നില്ല. അതിനെതിരെ അവിടുത്തെ നേതാവായ കൊടിക്കുന്നിൽ സുരേഷിന് പോലും വലിയ വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കൊട്ടാരക്കരയിൽ കൊണ്ടുവരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് താരവും സംവിധായകനും നടനുമൊക്കെയായ അഖിൽ മാരാരെ പരിഗണിക്കാനാണ് ഇപ്പോൾ ഏകദേശം ധാരണയായിരിക്കുന്നത്. അങ്ങനെ അഖിൽ മാരാരാണെങ്കിൽ കൊട്ടാരക്കരക്കാരനാണ്, കൊട്ടാരക്കരക്കാർക്ക് സുപരിചിതനാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അഖിൽ മാരാരെ മത്സരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട്. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ പല വേദികളിലും ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിൻ്റെ പേര് പരിഗണിക്കുന്നു. ഒപ്പം തന്നെ DCCയുടെ ജനറൽ സെക്രട്ടറിയായ P ഹരികുമാറിനെ കൂടി പരിഗണിക്കുന്നു. ഹരികുമാർ പ്രദേശവാസിയാണ്. അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം KST മുതലുള്ള സംഘടനാ പ്രവർത്തനം നടത്തി വന്ന ആളാണ്. കൊട്ടാരക്കരയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് ഹരികുമാർ. ഒപ്പം തന്നെ അടുത്ത ഒരു പേരെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അത്ര സുപരിചിതമല്ലാത്ത പേരാണ്. എഴുത്തുകാരനായ JS അടൂർ എന്ന ജോൺ സാമുവലിനെയാണ് പരിഗണിക്കുന്നത്. ജോൺ സാമുവൽ KPCCയുടെ പബ്ലിക് പോളിസി അധ്യക്ഷനാണ്. ഈ JS അടൂരിൻ്റെ പേര് നിർദ്ദേശിച്ചത് കോൺഗ്രസ്സിലെ തന്നെ ഒരു മുതിർന്ന നേതാവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഡിപ്ലോമാറ്റാണ്. ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുന്ന ഒരു ഡിപ്ലോമാറ്റാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കൂടി അവിടെ പരിഗണിക്കുന്നു ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 3 പേരുടെ പേരുകളാണ് കൊട്ടാരക്കരയിൽ പരിഗണിക്കുന്നത്. കൊട്ടാരക്കരയിൽ ആരാണ് സർപ്രൈസായിട്ട് വരിക എന്നുള്ള കാര്യം ഇനിയിപ്പോൾ കാത്തിരുന്നറിയാം. പല പേരുകൾ പരിഗണനയിൽ വരുന്നു. സിനിമാ താരങ്ങളുടേതടക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്ന്.